ഇവരാണ് JCB എന്ന കമ്പനി പേരിൽ അറിയപ്പെടുന്ന എക്സ്കവേറ്റർ. ഈ എക്സ്കവേറ്റർ മണ്ണുമാന്തി ഏർപ്പാട് എന്ന് പറഞ്ഞ മലയാളി പരിചയപ്പെട്ടതാണ്. ഇവൻ്റെ ചെറുപതിപ്പാണ് പത്തനംതിട്ട കാർമൽ കോളേജിലെ പിള്ളേർ ഉണ്ടാക്കിയിരിക്കുന്നത്. അവൻ്റെ പേരാണ് ബൈസിവേറ്റർ. ഇവൻ വലിയ എക്സ്കവേറ്റർ കടഞ്ഞില്ലാത്ത ചെറിയ ഇടവഴികളിലും മുടുക്കിലുമൊക്കെ എത്തി അത്യാവശ്യം പരിപാടികളൊക്കെ നടത്താൻ പറ്റുന്ന കക്ഷിയാണ് ബൈസിവേറ്റർ. അതുകൊണ്ട് കാര്യം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ ഇത് നിർമ്മിച്ചതെങ്കിലും വ്യവസായിക അടിസ്ഥാനം നിർമ്മിച്ചാലും നഷ്ടമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഒരു ബൈക്കും അത്യാവശ്യം കെടിപിടി സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്കവേറ്റർ നിർമ്മിക്കാം. പക്ഷേ ഇതിൻ്റെ സീക്രട്ട് പിള്ളേർ പറയില്ല. 30,000 രൂപയാണ് ചിലവായിട്ടുള്ളത്. ഇതിൽ കുറഞ്ഞ കാശിൽ എക്സ്കവേറ്റർ എന്ന സംഭവം ബൈസിവേറ്ററാക്കി മാറ്റാമെന്നാണ് കാർമലിലെ പിള്ളേർ പറയുന്നത്. ബൈക്കും എക്സ്കവേറ്ററും ചേർന്ന ബൈസിവേറ്ററിൻ്റെ കാഴ്ചയാണ് ഇനി കാഴ്ചകളിൽ നിറയുന്നത്. മൂന്നാറിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനായി എക്സ്കവേറ്റർ എത്തിയപ്പോഴാണ് മലയാളിക്ക് JCB എന്ന കമ്പനി പേരിൽ അറിയപ്പെടുന്ന എക്സ്കവേറ്ററിനോട് ഏറെ സ്നേഹം തോന്നിയത്. നമ്മുടെ കുന്നും മലയും ഒക്കെ ഇടിച്ചു കളയുന്നവനാണെങ്കിലും എക്സ്കവേറ്റർ ദുർഘടഘട്ടങ്ങളിൽ പലപ്പോഴും മനുഷ്യന് സഹായകരവുമായിട്ടുണ്ട്. നിർമ്മാണ മേഖലയിലെ JCB എന്ന ഈ ബിരുദന് ഒരുപാട് പരിമിതികൾ വന്നപ്പോഴാണ് JCBയുടെ കൊച്ചുമോനായ ബൈസിവേറ്റർ എന്ന കൊച്ചു എക്സ്കവേറ്റർ പത്തനംതിട്ടയിൽ ജന്മമെടുത്തിരിക്കുന്നത്. പത്തനംതിട്ട കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിലെ 6 വിദ്യാർത്ഥികൾ ചേർന്നാണ് ബൈസിവേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ബൈക്ക് പ്ലസ് എക്സ്കവേറ്റർ, അതാണ് ബൈസിവേറ്ററായി മാറിയിരിക്കുന്നത്. ഇനി ബൈസിവേറ്റർ എന്ന ഏർപ്പാടിനെ കുറിച്ച് ഇവർ ചിന്തിച്ചത് എന്തുകൊണ്ടാണെന്ന് കൂടി അറിയുക. ഇവർ പഠിക്കുന്ന കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിന് പുറകിലെ ഡ്രൈനേജ് സംവിധാനം ഒരിക്കൽ തകർന്നു. മാലിന്യം മാറ്റാൻ JCB വിളിച്ചെങ്കിലും റോഡ് ഇടുങ്ങിയതിനായതിനാൽ സംഗതി നടന്നില്ല. തുടർന്നാണ് കുഞ്ഞൻ JCB നിർമ്മിക്കാൻ ഇവർ തീരുമാനിച്ചത്. സാധാരണ റോഡുകളൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി സൈഡിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി റോഡ് റോഡിൻ്റെ ചെറിയ ഫോമിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് അതിനുവേണ്ടി ചെറിയ വർക്കൊക്കെ വേണ്ടി ഒരു എക്സ്കവേറ്റർ ചെറുതായിട്ട് ഉണ്ടാക്കാമെന്നുള്ള ആശയമുണ്ട്. വലിയ വഴികളിലും ഒക്കെയാണ് മറ്റേ സാധാ എക്സ്കവേറ്റർ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ ബൈസിവേറ്റർ എന്ന് പറയുമ്പോൾ ചെറിയ ഇടുങ്ങിയ വഴികളിലും ചെറിയ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അതിന് ഭീമമായൊരു ചിലവ് വരുന്നില്ല. ഹൈഡ്രോളിക് പമ്പ്, പിസ്റ്റൺ, ജാക്കി, ഓയിൽ ടാങ്ക്, കൺട്രോൾ വാൽവ്, മണ്ണു മാന്താൻ ഒരു ബക്കറ്റ്, പിന്നെ ഒരു 100cc ബൈക്കും ഇത്രയുമായാൽ ബൈസിവേറ്ററിന്റെ അസംസ്കൃത വസ്തുക്കൾ റെഡി. നാലാം വർഷ വിദ്യാർത്ഥികളായ സുധീഷ്, സോളമൻ ജോസഫ്, സഞ്ജു വർഗീസ്, ഷമീർ ഷാ, സൂരജ്, നിഖിൽ എന്നിവർ ചേർന്നാണ് ബൈസിവേറ്റർ നിർമ്മിച്ചത്. ഇതിനായി ഒരു ബൈക്ക് തന്നെ ഇവർ വാങ്ങി. ആവശ്യമായ മറ്റു ഭാഗങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വരുത്തി. പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചത് 1 മാത്രം. അതുകൊണ്ട് തന്നെ ചെലവും ഏറി. 30,000 രൂപയ്ക്ക് മുകളിൽ ഇതിന് ചെലവായി. എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ബൈസിവേറ്റർ തയ്യാറാക്കുന്നതിൽ ഒന്നിന്റെ നിർമ്മാണ ചെലവ് ഇപ്പോഴത്തെ നിന്ന് പകുതിയായി കുറയുമെന്ന് ഇവർ പറയുന്നു. എന്തായാലും ഇതിന്റെ ഗുട്ടൻസ് പിള്ളേർ പുറത്തുവിടുന്നില്ല.